Good morning. Once again, all of you welcome to fourth video of module 3. In this portion, we are going to discuss about the posture. Posture is the attitude assumed by the body either with support during muscular inactivity or by means of the coordinated action of many muscles working to maintain stability. പോസ്ചർ എന്നത് ശരീരത്തിൻ്റെ ഒരു ഭാഷയാണ്. അതായത് നമ്മൾ ഈ പൊസിഷനിൽ നിൽക്കുമ്പോഴും ആ പൊസിഷൻ്റെ സ്റ്റെബിലിറ്റി നിലനിർത്തുന്നതിന് വേണ്ടി നമ്മുടെ ശരീരത്തിലെ മസിലുകളൊക്കെ ഒരു താളക്രമത്തിൽ വർക്ക് ചെയ്യുകയും നമ്മുടെ ബാലൻസും അതുപോലെ തന്നെ എറക്റ്റ് പൊസിഷനും കീപ്പ് ചെയ്യുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു രീതിയാണ് പോസ്ചർ. We can classify the posture into static and dynamic posture. In static posture, body and its segments are aligned and maintained. അതായത് ഏതെങ്കിലും ഒരു സ്ഥിരമായ ഒരു പോസ്ചറിൽ നമ്മൾ നിൽക്കുകയാണെങ്കിൽ അതിനെയാണ് സ്റ്റാറ്റിക് പോസ്ചർ എന്ന് പറയുന്നത്. എക്സാമ്പിൾ സിറ്റിംഗ്, സ്റ്റാൻഡിങ്, ഇതെല്ലാം സ്റ്റാറ്റിക് പോസ്ചറുകളാണ്. ഡൈനാമിക് പോസ്ചർ മീൻസ് ബോഡി ഓർ ഇറ്റ് സെഗ്മെന്റ്സ് ആർ മൂവിങ്. നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ സമയത്തുണ്ടാകുന്ന പോസ്ചറിനെയാണ് നമ്മൾ ഡൈനാമിക് പോസ്ചർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ വാക്കിംഗ്, റണ്ണിങ്, ഈ സമയത്തൊക്കെ ഉണ്ടാകുന്ന പോസ്ചർ അതല്ലെങ്കിൽ അതിൻ്റെ ശരീരത്തിൻ്റെ സ്ഥിതിയാണ് നമ്മൾ ഡൈനാമിക് പോസ്ചർ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. സോ പോസ്ചർ ഈസ് പൊസിഷൻ ഓർ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ ബോഡി ആൻഡ് relative arrangement of the body parts for a specific activity. Posture is characteristic manner of bearing one's body. അതായത് ഒരാളുടെ ശരീരത്തിൻ്റെ നിൽപ്പിനെയാണ് അല്ലെങ്കിൽ അയാളുടെ ആറ്റിറ്റ്യൂഡിനെ പ്രതിനിധാനം ചെയ്യുന്നതാണ്. അതല്ലെങ്കിൽ നമ്മുടെ ബോഡി വ്യത്യസ്തങ്ങളായ ആക്ടിവിറ്റീസിനു വേണ്ടി അറേഞ്ച് ചെയ്തിരിക്കുന്ന പാറ്റേണിനെയാണ് നമ്മൾക്ക് പോസ്ചർ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. Next is good posture. Good posture is the attitude which is assumed by the body parts to maintain stability and balance with minimum effort and least strain during supportive and non-supportive positions. അതായത് നമ്മുടെ സപ്പോർട്ടീവായിട്ടോ നോൺ സപ്പോർട്ടീവായിട്ടോ ഉള്ള പൊസിഷനിൽ മിനിമം മസിൽ എഫേർട്ട് കൊണ്ട് നമ്മളെ ബോഡി ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഗുഡ് പോസ്ചർ എന്ന് പറയുന്നത്. ഗുഡ് പോസ്ചർ എന്ന് പറയുമ്പോൾ നമുക്ക് മിനിമം എഫേർട്ട് കൊണ്ട് ഒരു ബോഡി പൊസിഷനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം, എങ്കിൽ മാത്രമേ അതിനെ ഗുഡ് പോസ്ചർ എന്ന് പറയുകയുള്ളൂ. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗുഡ് പോസ്ചർ? ഫോർ ഗുഡ് പോസ്ചർ ടു ബി മെയിൻറ്റെയിൻഡ് ദ ഫോളോയിങ് മസ്റ്റ് ബി ഒബ്റ്റെയിൻഡ്. ഫസ്റ്റ് വൺ, the ability to maintain the body upright in good and erect position with less energy. ചെറിയ അല്ലെങ്കിൽ മിനിമം എനർജി കൊണ്ട് തന്നെ നമ്മുടെ ബോഡിക്ക് എറക്റ്റ് പൊസിഷൻ കീപ്പ് ചെയ്യാൻ പറ്റണം, എങ്കിൽ മാത്രമേ അത് ഗുഡ് പോസ്ചർ ആവുന്നുള്ളൂ. ഒരു പോസ്ചർ ഗുഡ് പോസ്ചർ ആവണമെങ്കിലുള്ള സെക്കൻഡ് ക്രൈറ്റീരിയ, the ability to maintain balance in upright position via keeping the line of gravity near the center of the ബേസ് ഓഫ് സപ്പോർട്ട്. അതായത് നമ്മുടെ ബാലൻസ് എന്ന് പറയുന്നത് എപ്പോഴും തന്നെ നമ്മുടെ ബേസൽ സപ്പോർട്ടിൻ്റെ സെൻറ്ററിലൂടെ നമ്മുടെ ലൈൻ ഓഫ് ഗ്രാവിറ്റി പാസ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ അങ്ങനെ ഒരു ലൈൻ ഓഫ് ഗ്രാവിറ്റി പാസ് ചെയ്യുന്ന രൂപത്തിലായിരിക്കണം അയാളുടെ ബോഡിയെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ആ രൂപത്തിലായിരിക്കണം അയാളുടെ പോസ്ചർ ഉണ്ടായിരിക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് മിനിമം എനർജി എക്സ്പെൻഡിച്ചർ കൊണ്ട് തന്നെ ബാലൻസ് കീപ്പ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഗുഡ് പോസ്ചർ. Good posture provide good appearance, minimum use of energy, good health or healthy life that helps in developing physical fitness. It provides psychologically strong. Good posture keep good circulatory, respiratory and digestive systems. Then good posture provide confidence, and also good posture helps to doing daily task efficiently. Effect of good posture. Maintaining good posture has its values in different body function and systems.
The effects of good posture includes helps the muscles in the body to be unloaded and relaxed. Good posture improves respiratory and circulatory efficiency. Good posture prevents unnecessary strain and fatigue. Good posture decreases the incidence of diseases resulting from bad posture. And also, good posture improves mental and psychological state of a person. Next is poor posture. Poor posture is a posture resulting from any deviation from ideally aligned erect posture. അതായത് ഒരു ഗുഡ് പോസ്ചറിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത ഏതൊരു പോസ്ചറിനെയും നമുക്ക് പുവർ പോസ്ചർ എന്ന് പറയാം. അതായത് അവിടെ മസിൽസിന് സ്ട്രെയിൻ കൂടും, അതോടൊപ്പം തന്നെ പ്രോപ്പർ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. ഇങ്ങനത്തെ ഒരുപാട് ഡ്രോബാക്സുകൾ പുവർ പോസ്ചേഴ്സിന് ഉണ്ടായിരിക്കും. Next is causes of poor posture. Poor posture occur due to defect in joints, bones, muscles and vision or hearing. ജോയിൻസിൽ ഉണ്ടാകുന്ന ഡിഫോമിറ്റീസ്, അതുപോലെ തന്നെ സ്റ്റിഫ്നെസ്, ഇമ്മൊബിലൈസേഷൻസ്, ഇതെല്ലാം പുവർ പോസ്ചറിന് കാരണമാവാം. ബോൺസിൽ സച്ച് ആസ് ഷോർട്ടനിങ് ഓർ ഡിഫോമിറ്റീസ് ഓഫ് ബോൺസ് മേ കോസ് പുവർ പോസ്ചർ. Then in muscles such as weakness, paralysis or contracture may leads to poor posture. Then visual and hearing impaired also leads to poor posture. Bad habits, that is either from early childhood or from the occupational positions. Example, നമ്മൾ കുറേ കാലം ഒരേ പൊസിഷനിൽ തന്നെ ഇരുന്ന് വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ, ചില ഇൻഡസ്ട്രിയിലൊക്കെ അങ്ങനെ ഒരേ ജോലി തന്നെ ഒരേ പൊസിഷനിൽ കാലങ്ങളോളം ഇരുന്ന് ചെയ്യുന്ന വർക്കുകൾ പലർക്കും പുവർ പോസ്ചർ ഉണ്ടാക്കാൻ കാരണമാവും. പെയിൻ, ഫറ്റീഗ് ഓർ ബാഡ് സൈക്കോളജിക്കൽ സ്റ്റേറ്റ് may also leads to poor posture. Next is we are going to discuss the effects of poor posture. Poor posture causes deviation from the normally aligned position. As a result, the body functions are altered and this may leads to dysfunction and diseases. Poor posture may cause one or more of the following dysfunctions. 1. Secondary deformities and compensatory postural defect. അതായത് ഒരു പുവർ പോസ്ചർ പലപ്പോഴും ചില സെക്കൻഡറി ഡിഫോമിറ്റീസ് ഉണ്ടാവും. ആ ഒരു പുവർ പോസ്ചർ കൊണ്ട് പിന്നീടുണ്ടാകുന്ന ഡിഫോമിറ്റീസിനെയാണ് നമ്മൾ സെക്കൻഡറി ഡിഫോമിറ്റീസ് എന്ന് പറയാം. അതുപോലെ തന്നെ കോമ്പൻസേറ്ററി പോസ്ചറൽ എഫക്റ്റ്, ഈ ഒരു പോസ്ചറിൻ്റെ അല്ലെങ്കിൽ ഒരു പുവർ പോസ്ചറിൻ്റെ എഫക്റ്റിനെ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ചില പോസ്ചറുകൾ പേഷ്യൻസ് അഡോപ്റ്റ് ചെയ്യും. ഇങ്ങനെ അഡോപ്റ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ കോമ്പൻസേറ്ററി പോസ്ചറൽ ഡിഫക്റ്റ് എന്ന് പറയുക. ദെൻ ഈസി ഫറ്റീഗബിലിറ്റി ആൻഡ് ഹൈ എനർജി എക്സ്പെൻഡിച്ചർ. ഇപ്പോൾ പ്രോപ്പറായിട്ട് ബാലൻസ് കീപ്പ് ചെയ്യാൻ പറ്റാത്ത സമയങ്ങളിൽ, അതായത് പുവറിലാണല്ലോ നമുക്ക് വേണ്ടത്ര സ്റ്റെബിലിറ്റിയോ അല്ലെങ്കിൽ ബാലൻസോ കിട്ടാതിരിക്കുക. അപ്പോൾ കൂടുതൽ എനർജി എക്സ്പെൻഡിച്ചർ ഉണ്ടാവും, അതായത് സ്റ്റെബിലിറ്റിയെയും ബാലൻസിനെയും ഒക്കെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് പെട്ടെന്ന് ഫറ്റീഗബിലിറ്റി മീൻസ് നമുക്ക് ക്ഷീണം ഉണ്ടാക്കും, മസിൽസിലൊക്കെ പെയിനും കാര്യങ്ങളും ഉണ്ടാക്കും. Poor posture decreases both respiratory and circulatory efficiency, and also poor posture arises pain and bad cosmetic appearance, psychological disturbances. ഇങ്ങനത്തെ സംഗതികളൊക്കെ നമ്മൾ ബാഡ് പോസ്ചർ കൊണ്ട് പിന്നീട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ഈ ചിത്രം ഒന്ന് സൂക്ഷ്മമായി നിരീക്ഷിക്കുക. ഇവിടെ നമുക്ക് ഗുഡ് സിറ്റിംഗ് പോസ്ചറും അതുപോലെ തന്നെ പുവർ സിറ്റിംഗ് പോസ്ചറും കാണാം. ഗുഡ് സിറ്റിംഗ് പോസ്ചറിൽ നമുക്ക് ലെസ് എനർജി എക്സ്പെൻഡിച്ചറിലൂടെ തന്നെ കുറേ സമയം ഒരു പോസ്ചറിനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ബാഡ് സിറ്റിംഗ് ഓർ പുവർ സിറ്റിംഗ് പോസ്ചർ അൺനെസസറി മസിൽ സ്ട്രെയിൻ ഉണ്ടാക്കും. അത് പിന്നീട് നമ്മുടെ ബാക്ക് പെയിന് അതുപോലെ തന്നെ നെക്ക് പെയിനൊക്കെ കാരണമാവുകയും ചെയ്യും. ഇൻ ദിസ് പിക്ചർ വി ക്യാൻ ആൾസോ സീ ദ കറക്റ്റ് പോസ്ചർ ആൻഡ് ഇൻകറക്റ്റ് പോസ്ചർ, ദാറ്റ് ഈസ് ഇൻ സ്റ്റാൻഡിങ് പൊസിഷൻ. അപ്പോൾ സ്റ്റാൻഡിങ് പൊസിഷനിൽ എങ്ങനെയാണ് കറക്റ്റായിട്ട് അല്ലെങ്കിൽ ഒരു ഗുഡ് പോസ്ചർ എന്നുള്ളതും ബാഡ് പോസ്ചർ എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നുള്ളതും ഈ ചിത്രം നോക്കിയാൽ മനസ്സിലാക്കാം.
I request all of you watch the following video carefully. We can see the postural assessment of a patient in a physiotherapy clinic. Just observe and understand. In this video, I'm going to talk about observation and posture analysis. Observation is the first step of your physical assessment. During observation, you're trying to see if you can find any structural abnormalities that you can link to your patient's complaints. In order to conduct a good observation, I have to be able to see certain landmarks on the body. Therefore, I'm going to ask my patient to take off the shirt, wear shorts, and also take off the shoes. Now that the patient is properly exposed, we can start with the observation. I advise the patient to stand upright, looking straight ahead, relax the shoulders, and let the arms hang naturally besides the body. In the frontal plane, one of the first things I could look at is the line from the tip of the nose running through the middle of the chin to the manubrium of the sternum. The head could also be rotated or leaning to one side. Next, I can compare the level of the shoulders, assess the angle of both clavicles, and see if the nipples are on the same height. The latter shall be disregarded in female patients. Moving downwards, I can compare both iliac crests and use the anterior superior iliac spine as another landmark. The spacing between trunk and arms can also be compared. Furthermore, arm length differences can be examined when comparing the level of the fingertips of both hands. Looking at the knees, I check if the apex of both patellas are leveled and whether they have an outward so-called varus position or an inward so-called valgus position. At last, I check the level of both medial malleoli. In the sagittal plane, one of the first things to assess should be the lateral plumb line, so-called line of Appleton, which is the line running from the earlobe through the humeral head. Check if the head is excessively positioned anteriorly or posteriorly. The shoulders might also be pro or retracted. When looking at the patient from the side, it's wise to examine the spine for abnormalities in the lordosis and kyphosis. On pelvic level, you can check the angle between the anterior superior iliac spine and the posterior superior iliac spine, which is usually around 15 degrees. Lastly, check if the knees are hyperextended. Now let's look at the patient from the back. Again, check if the head is rotating or leaning to one side. When examining the spine, you are looking for lateral shifts that could indicate a scoliosis. Posterior reference points include both acromia, the scapular spines, and both inferior angles of the scapula. Also check how far away the medial borders of the shoulder blade are from the spine. Moving downwards, compare both iliac crests and check the posterior superior iliac spine. The gluteal fold could also be used as a reference point. On knee level, you could identify valgus or varus positioning just like in the frontal plane. Lastly, compare both medial malleoli, and depending on the number of toes you see next to the Achilles tendon, one leg could be rotated more than the other. Be aware though that not everything that you consider abnormal is also pathological. Alright guys, this was the video on observation. I hope you enjoyed it. If you did, make sure to give it a thumbs up and subscribe to our channel if you haven't. Also check out our website at www.physiotutors.com and check out other videos on the site, and I'll see you next time. Bye. ഈ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പോസ്ചറൽ അനാലിസിസ് ഒരു ഫിസിയോതെറാപ്പി അസസ്മെന്റിൽ എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് എന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലായി. ഒരു വ്യക്തിയുടെ പോസ്ചർ ഡിറ്റക്ട് ചെയ്യുന്നതിൽ അയാളുടെ വെർട്ടിബൽ കോളത്തിന്റെ കർവേച്ചറിന് വലിയ പ്രാധാന്യമുണ്ട്. If the spine is viewed from the front or the back view, it seems to be straight and symmetrical. അതായത് നമ്മൾ നട്ടലിൻ്റെ ഒരു വ്യക്തിയുടെ മുന്നിൽ നിന്നോ പിന്നിൽ നിന്നോ നോക്കുന്ന സമയത്ത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് നമുക്ക് വെർട്ടിബ്ര കാണാൻ സാധിക്കുന്നത്. ഫ്രണ്ട് ഓർ ബാക്ക് വ്യൂവിൽ എന്തെങ്കിലും കർവേച്ചർ കാണുകയാണെങ്കിൽ ആ ഒരവസ്ഥക്കാണ് നമ്മൾ സ്കോളിയോസിസ് എന്ന് പറയുന്നത്.
ഇനി നമുക്ക് curvature of the spine from the side. If the spine is viewed from the lateral side, 4 normal curves will appear, which are 2 primary curves and 2 secondary curves. Thoracic and sacral vertebrae കാണുന്ന കർവിനെയാണ് പ്രൈമറി കർവ്സ് എന്ന് പറയുന്നത്. ദാറ്റ് കോൺവെക്സ് പോസ്റ്റീരിയർലി. അതുപോലെ തന്നെ 2 സെക്കൻഡറി കർവ്സ് ഫോം ചെയ്യുന്നത് നമ്മുടെ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ്. കുഞ്ഞ് കമിഴ്ന്ന് കിടന്നിട്ട് കഴുത്തുയർത്താൻ ശ്രമിക്കുന്ന സമയത്ത് രൂപപ്പെടുന്നതാണ് സർവൈക്കലിലുള്ള കർവ്. അതുപോലെ തന്നെ ലൊംബാർ റീജിയനിൽ കുഞ്ഞ് എണീറ്റ് നടക്കാൻ തുടങ്ങുമ്പോൾ ഫോം ചെയ്യുന്ന കർവാണ് ലൊംബാർ റീജിയനിലുള്ള കർവ്. അത് ദാറ്റ് ഈസ് കോൺവെക്സ് ആൻറ്റീരിയർലി. തൊറാസിക് ഓർ സൈക്രൽ റീജിയനിലുള്ള കർവിനെ നമ്മൾ കൈഫോട്ടിക് കർവ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ സർവൈക്കൽ ആൻഡ് ലൊംബാർ റീജിയനിലുള്ള കർവേച്ചറിനെ നമ്മൾ ലോഡോട്ടിക് കർവ് എന്നാണ് പറയുന്നത്. അപ്പോൾ കർവേച്ചർ പറയുകയാണെങ്കിൽ സർവൈക്കൽ ലോഡോസിസ്, തൊറാസിക് കൈഫോസിസ്, ലൊംബാർ ലോഡോസിസ്, സൈക്രൽ കൈഫോസിസ്. Excess in lordotic or kyphotic curves that causes postural defect. അതുകൊണ്ട് എക്സ്റേ എടുക്കുന്ന സമയത്ത് അത് സൈഡ് വ്യൂയിലൂടെ നോക്കുന്നത് അതിൻ്റെ കൈഫോട്ടിക് അതുപോലെ തന്നെ ലോഡോട്ടിക് കർവ് നോർമലാണോ എന്ന് നിരീക്ഷിക്കും. അതിലെന്തെങ്കിലും എക്സസോ അല്ലെങ്കിൽ ഫ്ലാറ്റനിങ്ങോ ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് ആൻ അബ്നോർമൽ കണ്ടീഷൻ. ലെറ്റ് us conclude the topic posture here. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് ശ്രദ്ധയോടുകൂടെ വായിച്ച് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസിന് ആൻസർ എഴുതി തയ്യാറാക്കി വെക്കുക. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് വഴി ചോദിക്കാവുന്നതാണ്. നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും നമസ്കാരം.